നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് റാഫി. ഞാനിപ്പോൾ റിയാദിലാണ്. വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു വ്ളോഗിങ് ചാനൽ തുടങ്ങണമെന്ന്. ഇപ്പോൾ ഒരു അവസരം വീണ് കിട്ടിയപ്പോൾ തുടങ്ങി. ഞാൻ റിയാദിൽ വന്നത് ആഗസ്റ്റ് 2024 റിയാദിലുള്ള ഒരു കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് 8 മാസത്തോളമായി. റിയാദിൽ എൻ്റെ ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ആയി. അതായത് ഇപ്പോൾ ഞാൻ ഫ്രീ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, വീണ് കിട്ടിയ അവസരം എന്ന് പറഞ്ഞത്. എൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ മിക്ക ദിവസങ്ങളും നടക്കാനിറങ്ങും. ഓക്കെ, അപ്പോൾ ഇന്നൊന്നും നടക്കാനിറങ്ങിയ സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് റിയാദിലെ തന്നെ ഏറ്റവും വലിയ പിക്നിക് പോയിൻ്റായ വാദി ഹനീഫയിലാണ്. റിയാദിലുള്ളവർക്ക് വളരെ സുപരിചിതമാണ് ഈ പിക്നിക് പോയിൻ്റ് വാദി ഹനീഫ. സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണത്. നമ്മുടെ ദമാമ്, ജിദ്ദ എന്നിവിടെയുള്ള ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ ചോദിക്കാറുണ്ട്, റിയാദിൽ എന്തുണ്ട് കാണാൻ. അത്തരം ആളുകൾക്ക് കാണാൻ കൂടിയുള്ള ഒരു നിർദ്ദേശം കൂടിയാണിത്. അപ്പോൾ ഇനി വാദി ഹനീഫയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. വാദി ഹനീഫയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് വാദി എന്നുള്ളത് അറിയാം. വാദി എന്ന് പറഞ്ഞാൽ ഒരുതരം ഡ്രൈ ആയ, വറ്റി വരണ്ട, ഉണങ്ങിയ നദീ താഴ്വരകൾ അല്ലെങ്കിൽ താഴ്വരകൾ, മലഞ്ചെരുവുകൾ, അരുവികൾ എന്നിങ്ങനെ പോകുന്ന അതിൻ്റെ ലക്ഷണങ്ങൾ. വാദി ഒരു അറബി പദമാണ്. ഇംഗ്ലീഷിൽ അതിനെ വാലി എന്നും മലയാളത്തിൽ താഴ്വര എന്നൊക്കെ പറയാം. വലിയ മഴ പെയ്യുന്ന സമയങ്ങൾ മാത്രമേ സാധാരണ വാദിയിൽ വെള്ളം കാണാറുള്ളൂ. വാദികൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക തുടങ്ങിയ മരുഭൂപ്രദേശങ്ങളാണ്. നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നിരന്തരം കാണുന്ന കുറേ സൈൻ ബോർഡുകളിലൊന്നാണ് വാദികൾ. പല പേരിലായിട്ടുള്ള വാദികൾ സൗദി അറേബ്യയിലുടനീളം നമ്മൾ കാണാം. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, കാറിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഹൈവേ സൈഡിൽ കാണാം. സൗദി അറേബ്യയിൽ ധാരാളം വാദികളുണ്ട്, എല്ലായിടത്തും, എല്ലാ പ്രവിശ്യയിലും. പക്ഷെ നമ്മൾ കാണുന്നത് മഴവെള്ളം ഒലിച്ചു പോയ ചാലുകളും കല്ലുകളും കുറ്റിച്ചെടികളും മരങ്ങളും, ചില സ്ഥലങ്ങളിൽ കുറച്ചൊക്കെ പച്ചപ്പുള്ള സ്ഥലങ്ങളും, അതേപോലെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണങ്ങിയ പുല്ലുകളും ഒക്കെ കാണാം. ഇത്തരം വാദികളിൽ ഭൂഗർഭ ജലത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പഴയ കാലത്ത് അറബികൾ, ഇപ്പോഴും ഉണ്ട്, വാദികളുമായി ചുറ്റിപ്പറ്റിയാണ് അവരുടെ ജീവിതം ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുടിക്കാനുള്ള വെള്ളത്തിന്, കൃഷിക്ക്, ഒട്ടകം, ആട്, പശു തുടങ്ങിയ കന്നുകാലികളെ മേയ്ക്കാൻ, അവർക്ക് വേണ്ടി വെള്ളം ശേഖരിക്കാൻ, ഇതിനൊക്കെ വേണ്ടി അവർ കിണറുകളൊക്കെ കുഴിക്കാറുണ്ട്. പലപ്പോഴും ഇത്തരം വാദികളുടെ തീരങ്ങളിലാണ് അവർ കന്നുകാലികളെ ഇപ്പോഴും തീറ്റയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. വാദികളുടെ ഉയർന്ന ഭാഗത്താണ് അവർ വീടുകളൊക്കെ നിർമ്മിക്കുന്നത്. നമുക്കറിയാം, ബതുക്കൾ എന്നൊക്കെ പറഞ്ഞ ആളുകൾ മനുഷ്യജീവിതം എന്നും വെള്ളമായിട്ട് ചുറ്റിപ്പറ്റിയാണല്ലോ. അത്തരത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് നമ്മുടെ വാദി ഹനീഫ. നേരത്തെ പറഞ്ഞ വാദിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാദിയാണ് വാദി ഹനീഫ. ഇനി നമുക്ക് വാദി ഹനീഫയുടെ വിശേഷങ്ങളിൽ കിടക്കാം. വാദി ഹനീഫ റിയാദിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് ഈ 120ഓളം കിലോമീറ്റർ നീളമുള്ള ഒരു പ്രകൃതിദത്ത താഴ്വരയാണ്. റിയാദിനെ പൊതുവെ പണ്ടൊക്കെ നജിദ് എന്നാണ് പറഞ്ഞിരുന്നത്. സൗദി അറേബ്യയിലെ നജിദ് പ്രദേശത്തുള്ള ഒരു വലിയ വാദി. ഇതിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ വടക്ക് അൽ ഹൈസിയയിൽ നിന്ന് ആരംഭിച്ച് തെക്ക് അൽ ഹയർ എന്ന സ്ഥലം വരെയുണ്ട്. ഏതാണ്ട് 120 കിലോമീറ്റർ. 120 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ ആയിരുന്നു. ഒരുപാട് ദൂരമുണ്ട്. സിറ്റിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു വാദിയാണ്. വളഞ്ഞും പൊളഞ്ഞും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വാദി. അതുപോലെ തന്നെ ഈ വാദിയിലേക്ക് കണക്ട് ചെയ്യുന്ന പല ചെറിയ ചെറിയ വാദികൾ വേറെ ഉണ്ട് കേട്ടോ. ഇവിടെ വാദി ഹനീഫയുടെ ചരിത്രം പറയുന്ന ബോർഡുകളുണ്ട്, ലൊക്കേഷൻ മാപ്പ് അടക്കമുള്ളത്. ഈ വാദി ഹനീഫിൻ്റെ പഴയ പേര് അൽ അർദ് എന്നായിരുന്നു അത്രേ. പിന്നീട് ഇസ്ലാമിൻ്റെ നജിദിലേക്കുള്ള വ്യാപന കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട അന്നത്തെ ഗോത്രമായ ബനു ഹനീഫയുടെ പേരിലാണ് പിന്നീട് വാദി ഹനീഫ എന്ന് മാറിയത്. അതായത് വാദി അർദ് എന്നുള്ള പേര് മാറിയിട്ട് വാദി ഹനീഫ എന്നായത്. എന്ന് വെച്ചാൽ വാദി ഹനീഫയുടെ ചരിത്രം ഏതാണ്ട് ഒരു 1500 വർഷത്തോളം അല്ലെങ്കിൽ അതിൻ്റെ മേലേക്ക് ഉണ്ടാവും.
റിയാദ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം നടത്തുന്നത്. വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ഇടമാണ്. കിളികളുടെ കളകളാറവം, മീനുകൾ, മരങ്ങൾ, പൂക്കൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതികൾ ഇവിടെ കാണാം. വലിയൊരു തടാകമുണ്ട്. വാദി ഹനീഫിന് വ്യത്യസ്തമാകുന്നതും ഈ വലിയ തടാകമാണ്. ഇവിടെ വാദിയിൽ എപ്പോഴും വെള്ളം ഉണ്ടാകും. മഴയില്ലെങ്കിലും ഒരുപാട് വെള്ളമുണ്ട് ഇവിടെ. പ്രവേശനത്തിലെത്തുന്ന സൗകര്യമാണ്. ബാക്കിയുള്ള വീഡിയോ